അങ്ങനെ യതീന്ദ്ര സാറും രാജുവും കൂടി പത്മന്റെ കയ്യിൽ നിന്നും ആ പെട്രോൾ ഒരുവിധം പിടിച്ചു വാങ്ങി താഴെ ഇടുക കേട്ടോ. അപ്പോൾ പത്മ പറയുന്നത്, ഇത് ഞാൻ ഉപയോഗിക്കുന്ന കാറാണ്. ഈ കാറിൽ എനിക്കിഷ്ടമില്ലാത്തവൾ ഒരു ദിവസം കിടന്നതാണ്. അതുകൊണ്ട് അവളുടെ ശ്വാസം തട്ടിയ ഈ കാർ എനിക്കിനി വേണ്ട, ഞാൻ കത്തിച്ച് കളയുകയാണ് എന്ന് പറയാൻ ട്ടോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരെല്ലാവരും നന്ദിനി അടക്കം ഷോക്കാവാൻ ട്ടോ. സൂര്യ ആവട്ടെ ഇത് എത്രത്തോളം പോകുമെന്ന് കാണണം എന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ യതീന്ദ്ര സർ പറയുന്നത്, നീ മാനസിക നില തെറ്റിയവർ പറയുന്നത് പോലെ പറയരുത്. നന്ദിനി ആ കാറിൽ മനഃപൂർവ്വം കയറിയതല്ലല്ലോ. അവൾ ബോധമില്ലാത്ത അവസ്ഥയിൽ ആരോ കെട്ടിയിട്ട് അവളെ കൊണ്ടുവന്നിട്ടതല്ലേ. എന്നിട്ടിപ്പോൾ ആ കുറ്റവും അവളുടെ തലയിലേക്ക് ഇടണോ? നാല് ഭാഗത്തു നിന്നും കൂട്ടത്തോടുള്ള വിളികളാണ്. നമ്മുടെ കുടുംബക്കാർ, ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർ, ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവർക്കും അറിയേണ്ടത് പത്മ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണോ അതോ ലോക്കപ്പിലാണോ? അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളാണ്. അവരോടൊക്കെ ഞാൻ എന്താണ് പറയേണ്ടത്? ഇവൾ ഒന്നിനും വകയില്ലാത്ത ഇവളുടെ പിച്ചയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറയണോ? എനിക്ക് അങ്ങനെ ആളുടെ ഒരു ഔദാര്യം വേണ്ട, അങ്ങനെ ഒരു ജീവിതവും എനിക്ക് വേണ്ട. ആദ്യം ഞാൻ എൻ്റെ ഈ കാറിന് തീ കൊളുത്തു, എന്നിട്ടും എൻ്റെ അന്തസ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എന്നെയും തീ കൊളുത്തു. ഇങ്ങനെ പറഞ്ഞ് രാജുവിന്റെ കയ്യിൽ നിന്ന് തീ കൊളുത്താൻ വേണ്ടി തീപ്പെട്ടി വാങ്ങിക്കാൻ ട്ടോ പത്മ. പക്ഷെ അവൻ കൊടുക്കുന്നില്ല. അങ്ങനെ യതീന്ദ്ര സാറും പത്മയും രാജുവും കൂടി ആകെ പിടിയും വലിയായി. അവസാനം യതീന്ദ്ര സാർ എടുത്തിട്ട് ദൂരെ എറിയാൻ ട്ടോ. അപ്പോൾ പത്മ പറയുന്നുണ്ട്, ഈ കാർ നഷ്ടപ്പെടുത്തിയാൽ അതിന്റെ നഷ്ടം ഞാൻ സഹിക്കും. കാരണം എന്റെ ജീവിതം നഷ്ടപ്പെടുത്തിയവളാണ് ഇവൾ. മമ്മി ഒന്നും മിണ്ടാതിരിക്കേ, അയൽപക്കത്തുള്ളവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ഇതൊക്കെ പുറത്തറിഞ്ഞാൽ നാണമാണ് എന്ന് പറയാൻ. അപ്പോൾ പത്മ ചോദിക്കും, ഇനി എന്ത് നഷ്ടം? ഇപ്പോൾ തന്നെ ഓൺലൈൻ മീഡിയസിന്റെ ഗവേഷണങ്ങളും അന്വേഷണങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഇവളെ കൊന്നു കളഞ്ഞു, എന്തിനാണ് എന്നൊക്കെയാണ് ചോദ്യം. എന്താണ് ഞാൻ അവരോടൊക്കെ മറുപടി പറയേണ്ടത്? അപ്പോൾ വിജയ് പറയുന്നുണ്ട്, ആന്റി നമുക്ക് അകത്തിരുന്ന് സമാധാനമായിട്ട് സംസാരിക്കാം, ആന്റി അകത്തേക്ക് വാ എന്ന് പറയാണ്. പത്മ പറയുന്നുണ്ട്, എന്ത് സമാധാനം? ഇവൾ ഈ വീട്ടിൽ വന്ന് കയറിയത് മുതൽ എന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ സ്വസ്ഥത തിരിച്ചു കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഇവൾ ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ ഇവൾ ചാവണം എന്ന് പറയാണ്. എല്ലാം കേട്ട് നന്ദിനി നിന്ന് കരയാൻ. സൂര്യാട്ടെ ഒന്നും മിണ്ടാതെ തലയും കുലുക്കി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട അവളുടെ ഓരോ വാക്കുകളും. അപ്പോൾ യതീന്ദ്ര സാർ അവസാനം പറയുന്നുണ്ട്, പത്മ നീ മിണ്ടാതിരിക്കെ, എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടായിട്ടും അതെല്ലാം സമാധാനപരമായിട്ട് അവസാനിച്ചു. ഇനിയും ഓരോ പ്രശ്നമുണ്ടാക്കാൻ നിന്റെ ഭാവമെങ്കിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന എന്റെ ഈ പ്രകൃതി നീ മാറ്റരുത്. ഇത് കേൾക്കുന്ന സൂര്യ അത് നന്നായി എന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട് തലയാട്ടേണ്ടോ. ഇനി ഞാൻ നിന്നെ അനുസരിപ്പിക്കുന്നത് ഈ അയൽപക്കത്തുള്ള എല്ലാവരും കാണണോ നിനക്ക് എന്ന് ചോദിക്കാൻ. ഇത് കേട്ട് ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഒന്ന് ഷോക്കായി മുഖത്തോട് മുഖം നോക്കുകയാണ്. അവസാനം പത്നി ഒന്ന് അടങ്ങാൻ ട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഈ കാണുന്ന വണ്ടികൾ ഈ വീട്ടിലുള്ളവർക്ക് സഞ്ചരിക്കാനാണ്. ഇതിലേതെങ്കിലും വണ്ടിയിൽ ഇവരുടെ കാലശ്വാസമോ പതിച്ചാൽ അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കയ്യിലുള്ള കീ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് പത്മ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി പോവാണ്. ശേഷം സൂര്യ ചിരിച്ചുകൊണ്ട് വരികയാണ്. മാറ്റം കൊള്ളാല അച്ഛ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ. എന്നിട്ട് എനിക്കൊരിടം വരെ പോകാനുണ്ട് അത്യാവശ്യമായിട്ട്, ഞാനിപ്പോൾ വരാം. നന്ദിനി നീ അകത്തേക്ക് പൊക്കോ, നിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല, നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറയാൻ ട്ടോ. എന്നിട്ട് അവൻ വണ്ടിയിൽ കയറി പോവാണ്. ശേഷം ബാക്കിയുള്ള എല്ലാവരും അകത്തേക്ക് പോകുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞ് അകത്തിരുന്ന് ഇന്ദ്രജയും അവളുടെ ഹസ്ബൻഡ് വിജയും വേദയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദ ചോദിക്കുന്നുണ്ട്, ചേച്ചി ശരിക്കും മമ്മി കാർ കത്തിക്കുമായിരുന്നോ? ഇന്ദ്രജ പറയുന്നുണ്ട്, അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ചിലപ്പോൾ കത്തിക്കും. അപ്പോൾ വിജയ് ചിരിച്ചോട് പറയുന്നുണ്ട്, ഇത് ആന്റി ആ നാണക്കെടിൽ നിന്ന് മനഃപൂർവ്വം ഊരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയതാണെന്ന് എന്നൊക്കെ പറഞ്ഞിരിക്കാൻ. അങ്ങനെ ഒന്ന് റിങ് ചെയ്തു, രണ്ട് ചെയ്തു, അങ്ങനെ തുടരെ റിങ് ചെയ്ത് കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇത് ആരാണെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഫ്രണ്ടിലേക്ക് ഇറങ്ങി ചെല്ലാൻ ട്ടോ. ആ സമയത്ത് സൂര്യാണ് അവിടെ നിൽക്കുന്നത്. അവനാണെങ്കിൽ ഇപ്പം വരാ എന്ന് പറഞ്ഞു പോയത് മദ്യപിക്കാനായിരുന്നു. ഇപ്പോൾ നല്ല ഫിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൂര്യാട്ടെ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ ട്ടോ, വണ്ടിയും ചാരിയിട്ട്. എന്താടാ എന്തോ ഒന്നാടാ ഇതൊക്കെ എന്ന് പറഞ്ഞ് യതീന്ദ്ര അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആഹാ എല്ലാവരും വന്നോ? എന്നാൽ പിന്നെ കാര്യം പറയാം, ഓരോരുത്തരായിട്ട് വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് അവൻ എണ്ണി നോക്കിയിട്ട് പറയുന്നുണ്ട്, കൂട്ടത്തിൽ ഒരാളുടെ കുറവും കൂടി കാണുന്നുണ്ടല്ലോ. എവിടെ എന്റെ ഭാര്യ നന്ദിനി? നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ വിളിക്കാൻ ട്ടോ. അങ്ങനെ നന്ദിനി അവിടെ വരുന്നുണ്ട്. എന്താ നന്ദിനി നീ അവിടെ നിന്ന് കളഞ്ഞ് ഇങ്ങോട്ടേക്ക് വാ. അങ്ങനെ മുന്നോട്ട് വിളിക്കുമ്പോൾ നന്ദിനി മടിച്ചു നിൽക്കാൻ ട്ടോ. അവസാനം സൂര്യ പോയിട്ട് അവളെ കൈയും പിടിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് സൂര്യ പറയുന്നുണ്ട്, കുറച്ചു മുൻപേ ഇവിടെ ആരോ ഒരു പ്രഖ്യാപനം നടത്തി, ഈ വീട്ടിലെ ഒരു വണ്ടിയിലും തന്റെ ശ്വാസം തട്ടാൻ പാടില്ല എന്ന്. പക്ഷേ എന്റെ ഭാര്യക്കും സഞ്ചരിക്കാൻ ഒരു വാഹനം വേണ്ടേ? അതിന് എന്ത് ചെയ്യും? സോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് നോക്ക്, കണ്ണ് നിറച്ചും കൊണ്ടോണം എന്ന് പറഞ്ഞ് അവൻ ബാക്കിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ ട്ടോ അവന്റെ വണ്ടി. അതിന്മേലാകട്ടെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്റ്റിക്കറും കാണുന്നുണ്ട്. എന്നിട്ട് നന്ദിനിയോട് പറയും, നന്ദിനി നീ പോയി അതങ്ങ് ഇളക്കിക്കള. എന്തിന് എന്ന് നന്ദിനി ചോദിക്കുകയാണ്. അതെ എന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്കുള്ള ഒരു സർപ്രൈസ് ആണ്, നീ പോയതങ്ങ് ഇളക്കി മാറ്റടോ എന്ന് പറയാണ്. അങ്ങനെ നന്ദിനി പോയിട്ട് ആ സ്റ്റിക്കർ വലിച്ചിടാൻ ട്ടോ. അതിൽ വെണ്ടക്ക അക്ഷരത്തിൽ നന്ദിനി എന്ന് എഴുതിയിരിക്കുകയാണ്. ഇത് കണ്ടതും എല്ലാവരും ഷോക്കാവാണ്. പത്മയാകട്ടെ ഛേ എന്ന് പറഞ്ഞ് പൂച്ചിച്ച് ചിരിക്കാൻ ട്ടോ. കണ്ടോ ഇതെന്റെ ഭാര്യയുടെ പേരാണ്, ഇനി മുതൽ എന്റെ ഭാര്യയ്ക്ക് സഞ്ചരിക്കാനുള്ള രഥം ഇതാണ്. ഇത് കേട്ട് പത്മ എന്ന് പറഞ്ഞു കണ്ട് ചിരിച്ചുകൊണ്ട് തല കുലിക്കാൻ ട്ടോ. അപ്പോൾ യതീന്ദ്ര സാറ്, എടോ എന്താ മോനെ ഇതൊക്കെ? ഇത് വണ്ടിയുടെ കാര്യം അച്ഛാ. ഇനി ഈ വീടിന് വേണ്ടി വന്ന ഇതിന്റെ മുന്നിൽ ഞാൻ നന്ദിനിയുടെ പേര് എഴുതും. പിന്നീട് ഇത് അളകാപുരി അല്ല, പത്മയുടെ വീടുമല്ല, നന്ദിനി അതായിരിക്കും ഇതിന്റെ പേര് എന്നൊക്കെ പറയാൻ. അഹങ്കാരം ചിലർക്ക് മാത്രം പോരല്ലോ അച്ഛാ, എല്ലാവർക്കും വേണ്ടേ എന്നൊക്കെ പറയാൻ. എല്ലാം കേട്ടുകൊണ്ട് പൂച്ചിച്ച് ചിരിച്ചുകൊണ്ട് കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട്
പത്മ അകത്തേക്ക് പോവാണ്. പിന്നാലെ തന്നെ ഇന്ദ്രജയും ബാക്കി എല്ലാവരും പോവാണ് കേട്ടോ. ശേഷം അവിടെ അവശേഷിക്കുന്നത് സൂര്യയും യതീന്ദ്ര സാറും നന്ദിനിയും മാത്രം. ചെല്ല് ചെന്ന് പത്മ മേഡത്തെ ആശ്വസിപ്പിക്കുക എന്ന് വിളിച്ചു പറഞ്ഞാണ് ചിരിക്കാൻ കേട്ടോ സൂര്യ അവിടെ. അപ്പോൾ യതീന്ദ്ര സാറിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഡു യു ലൈക്ക് ഇറ്റ്? അദ്ദേഹം പറയുന്നുണ്ട്, നീ എരുത്തിയിൽ എണ്ണ ഒഴിക്കാൻ സൂര്യ ഇപ്പോൾ ചെയ്തത്. ഞാൻ എന്റെ ഭാര്യയുടെ പേരല്ല അച്ഛ എഴുതിയതെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന നന്ദിനിക്ക് ആകെ ദേഷ്യവും സങ്കടമൊക്കെ വരികയാണ് കേട്ടോ. അവൾ പറയുന്നുണ്ട്, അല്ല, ഞാൻ നിങ്ങളുടെ ഭാര്യയാണോ? അല്ല, വെറും 6 മാസം ഇവിടെ നിൽക്കാമെന്ന കരാറിന്റെ പുറത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് എന്റെ പേരിന്റെ കാര്യം പറഞ്ഞ് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത്? ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റാണ് സാറിനോട് ചെയ്തത്? നാണം കെടുത്തി ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്തിനാ? ഇനിയും മതിയായില്ലേ? അപ്പോൾ സൂര്യ പറഞ്ഞ, ഇടോ ഇതൊരു നല്ല കാര്യമല്ലേ? ഈ കാറിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു 3 അക്ഷരം എഴുതിയത് കൊണ്ട് അകത്ത് എനിക്ക് എന്തൊക്കെയാണ് തയ്യാറാകുന്നത് എന്നറിയാമോ? എനിക്ക് ഇങ്ങനെ പേരും ഒരു പ്രശസ്തിയും വേണ്ട. ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദിനി എന്ന് പേരെഴുതിയത് ആ സ്റ്റിക്കർ എടുത്ത് ചീന്തി ഇടുന്ന കണ്ടിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കശാപ്പുശാലയ്ക്ക് എടുക്കാണ് സർ, കൊല്ലാണെങ്കിൽ ഒറ്റയടിക്ക് കൊല്ലണം, ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലരുത്. ഇങ്ങനെ പറഞ്ഞ് നന്ദിനി അകത്തേക്ക് പോവാൻ. അപ്പോൾ സൂര്യയെ നന്ദിനി എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, എന്താ അച്ഛൻ ഇവിടെ പ്രശ്നം? എന്ത് നല്ല കാര്യം ചെയ്താൽ എന്താ ഇങ്ങനെ? നീ നല്ല കാര്യം ചെയ്തതിൽ അവൾക്ക് പ്രശ്നമില്ല, പക്ഷെ നീ നിന്റെ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി ദേഷ്യം പിടിപ്പിക്കാനും വേണ്ടി ചെയ്തതാണ് അവൾക്ക് പ്രശ്നം. അത് നന്ദിനി പോൽക്കും അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അകത്തേക്ക് പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ്. നന്ദിനി ആവട്ടെ അവളുടെ ദൈവത്തിന്റെ ഫോട്ടോക്ക് മുന്നിൽ തെളിയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സൂര്യ റൂമിലേക്ക് വരുന്നത്. താൻ എന്താണോ ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണോ ഇത്ര പറയാനുള്ളത്? അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, പറയാൻ ഒരു മാർഗവും ഇല്ലെങ്കിൽ അത് ദൈവത്തോട് പറയാം. തങ്ങളുടെ വിഷമങ്ങളെല്ലാം പറയാനുള്ള ഏക മാർഗമാണ് ഇത് എന്ന് പറയാൻ. അപ്പോൾ സൂര്യ പറയുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പറയണമെന്നില്ല, തനിക്ക് എന്നോടും പറയാം. എന്നിട്ട് ചോദിക്കുന്നത്, താൻ സത്യം പറയോ? ശരിക്കും തന്നെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്? കാര്യം നീ പറഞ്ഞത് AC മെക്കാനിക്കുകളെ കണ്ടു, അവർ തന്നെ ഉപദ്രവിച്ചു, കാറിൽ കൊണ്ടുവന്ന് വെച്ചു എന്നൊക്കെയാണ്. പക്ഷെ സത്യാവസ്ഥ തന്നെയാണോ? താൻ ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ. എല്ലാം കേട്ടതിന് ശേഷം നന്ദിനി പറയാണ്, സാറിനിപ്പോൾ എന്തുത്തരമാ വേണ്ടത്? എന്നെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ ചെയ്തത് സാറിന്റെ അമ്മയാണെന്നല്ലേ? പക്ഷേ സർ, ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി. അതിൽ ഞാൻ ആരെയും രക്ഷിക്കാനൊന്നും ശ്രമിക്കുന്നില്ല, അതാണ് സത്യം എന്ന് പറയാൻ. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറയാൻ സൂര്യ. പിന്നീട് പറയുന്നുണ്ട്, എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്ക് ഭക്ഷണം എടുത്തുത്താ എന്ന് പറയാൻ നന്ദിനിയോട്. നന്ദിനി പറയുന്നുണ്ട്, ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചു, അതൊക്കെ സമയത്തിന് വന്നാലേ കിട്ടുകയുള്ളൂ. നേരവും കാലം കഴിഞ്ഞു വന്നാൽ ഭക്ഷണമൊന്നും ഇവിടെ ഇരിപ്പില്ല എന്ന് പറയാണ്. അത് പറ്റില്ല നന്ദിനി, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിത്താ എന്ന് പറയാൻ കേട്ടോ സൂര്യ. എനിക്കിപ്പോൾ വയ്യ, എനിക്ക് ഇന്ന് അലഞ്ഞതിനെ നല്ല ക്ഷീണമുണ്ട്, എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് അവൾ പായയും പില്ലോയൊക്കെ എടുത്ത് അത് നിർത്തി കിടക്കാൻ നിൽക്കാണ്. വീണ്ടും സൂര്യ പറയുന്നത്, നന്ദിനി പ്ലീസ്, എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിത്താ, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി ഉണ്ടാക്കി കഴിക്കും, എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നത്, ഓക്കെ അങ്കിൾ സർ തന്നെ പോയി ഉണ്ടാക്കുക, ഞാൻ എന്തായാലും ഇപ്പോൾ വരില്ല എന്ന് പറയാൻ. എന്നിട്ട് അവൾ അതിൽ കിടന്ന് കണ്ണുമടച്ച് കിടക്കുകയാണ്. അങ്ങനെ സൂര്യ തിരിഞ്ഞു നോക്കിയിട്ട് യാതൊരു രക്ഷയുമില്ല എന്നറിയുമ്പോൾ താഴേക്ക് ഇറങ്ങി ചെല്ലാൻ കേട്ടോ. അങ്ങനെ പാതി ഉറക്കത്തിൽ നിന്ന് രാജു എഴുന്നേറ്റ് വരികയാണ്. എന്താ സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിത്താ എന്ന് പറയാൻ. ഈ സമയത്തോ എന്ന് ചോദിക്കാൻ. എന്താ സമയത്തിന് കുഴപ്പം, ടൈം ആവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാൻ സൂര്യ. സാറേ ടൈം എടുത്ത് നോക്കൂ, നേരെ പാതിര കഴിഞ്ഞു എന്ന് പറയാൻ കേട്ടോ. എല്ലാവരും നല്ല ഉറക്കത്തിലാണ് എന്ന് പറയാൻ. അപ്പോഴാണ് സൂര്യ വാച്ചിലേക്ക് നോക്കുന്നുണ്ട്. ആണല്ലോ, എന്നാൽ രാജു പോയി കിടന്നോ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് പറയാൻ. വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കി തരാം, ഫ്രിഡ്ജിൽ മാവുണ്ടെങ്കിൽ ഞാൻ ദോശ ചുട്ട് തരാം എന്ന് പറയാൻ. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് യതീന്ദ്ര സാർ വരുന്നുണ്ട്. എന്താ പ്രശ്നം? അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, എനിക്ക് നല്ല വിശപ്പച്ച. നന്ദിനിയോട് പറഞ്ഞപ്പോൾ അവൾ ഒറ്റക്കുണ്ടാക്കി കഴിക്കാൻ, അവൾക്ക് നല്ല ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് അവൾ കിടന്നു. ഇപ്പോൾ രാജുവേട്ടനെ വിളിച്ചപ്പോൾ പാതി ഉറക്കത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിൽ പോകാൻ നിൽക്കുകയാണ് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, വേണ്ട സൂര്യ, നീ ഇവിടെ നിനക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കിത്തരാം. ഇത് കേൾക്കുമ്പോൾ രാജു, അയ്യോ സാറേ വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയാൻ. വേണ്ട രാജു, ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്താ മക്കൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാരിൽ ഉണ്ടാക്കി കൊടുക്കാറ്, ഞാൻ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടുക്കളയ്ക്ക് പോവാണ്. പിന്നാലെ തന്നെ രാജു എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാജു ഫ്രിഡ്ജിൽ നിന്ന് മാവ് എടുത്ത് കൊടുക്കാൻ. യതീന്ദ്ര സാറ് ദോശയൊക്കെ ചുടുന്നുണ്ട്. ഒപ്പം തന്നെ നല്ല ചട്നിയൊക്കെ ഉണ്ടാക്കി ഒഴിച്ച് പ്ലേറ്റിലിട്ട് സൂര്യക്ക് കൊണ്ടു കൊടുക്കാൻ കേട്ടോ. ദോശയിൽ വേര് ചെയ്തിരിക്കുന്ന സൂര്യ പാതി ഉറക്കത്തിലായിട്ടോ സോഫയിലിരുന്ന്. അങ്ങനെ അദ്ദേഹം വന്ന് വിളിച്ചുണർത്തുമ്പോൾ, ആഹാ ഇത്ര പെട്ടെന്ന് റെഡിയായോ എന്ന് ചോദിച്ച് അതും വാങ്ങി കഴിക്കാൻ കേട്ടോ. കൂടെ തന്നെ യതീന്ദ്ര സാർ ഇരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ നന്ദിനിയോട് നിനക്ക് വിശക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറഞ്ഞു, എന്നാൽ അവൾക്ക് വിശന്നുണ്ടോ എന്ന് നീ അന്വേഷിച്ചു? അവൾ ഇന്നൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയാൻ. ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് സഹതാപം തോന്നുന്നു. അവൾ കഴിച്ചില്ല, അതെന്താ അവൾ കഴിക്കാതിരുന്നേ? എങ്ങനെ അവൾ കഴിക്കൂ? ഇന്ന് ഈ വീട്ടിൽ വന്ന് കയറി മുതൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്, അവൾക്ക് അത് തന്നെ ധാരാളം, പിന്നെ എന്തിനാ അവൾക്ക് ഭക്ഷണം എന്ന് പറയാൻ കേട്ടോ അദ്ദേഹം. ആണോ, അങ്ങനെയാണെങ്കിൽ ഞാനത് ഓർത്തില്ല അച്ഛാ, ഞാൻ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറയാൻ. വേണ്ട, നീ കഴിച്ചതിന് ശേഷം നീ അവൾക്കുള്ള ഭക്ഷണം എടുത്ത് റൂമിൽ കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറയാൻ അദ്ദേഹം. ഒരു ഭാര്യയും ഭർത്താവാകുമ്പോൾ തങ്ങളുടെ കൂടെയുള്ളയാൾ
ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്നെങ്കിലും അവരുടെ മുഖം കാണുമ്പോൾ മനസ്സിലാക്കണം, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഓക്കെ അച്ഛ എന്ന് പറയാൻ കേട്ടോ. ശേഷം സൂര്യ ഭക്ഷണം എടുത്ത് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എടുത്ത് നന്ദിനിക്ക് ഉണർത്തിയിട്ട് നിർബന്ധപൂർവ്വം അവൾക്ക് ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട് ട്ടോ. ഇതെല്ലാം കാണുമ്പോൾ നന്ദിനിക്ക് സൂര്യയുടെ അല്പം ഇഷ്ടമൊക്കെ മനസ്സിലുണ്ട്, എങ്കിലും അവൾ അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് അവൾ ആ പ്ലേറ്റ് വാങ്ങിയിട്ട് കഴിക്കുകയാണ്. ഇതെല്ലാം വിജയ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ പോയിട്ട് ഇന്ദ്രജയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ ഇന്ദ്രജയും വേദയും കൂടി പത്മ കേൾക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ കേട്ടോ. ഇന്നലെ എന്തൊക്കെയായിരുന്നു ഇവിടെ, അവളെ കാണാതായതിന്റെ വിഷമമൊന്നും അവരുടെ മുന്നിലുണ്ടായിരുന്നു. ഇന്നലെ അവളെ കിട്ടിയതിന്റെ ആഘോഷമായിരുന്നില്ല. അച്ഛനും മകനും കൂടി ഭക്ഷണം ഉണ്ടാക്കലും ഭാര്യയോ കഴിപ്പിക്കലും എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറയാം. എല്ലാം കേട്ടിട്ട് പത്മക്ക് ദേഷ്യം വരെ അവളെ പൊട്ടിത്തെറിക്കാൻ കേട്ടോ. നന്ദിനി വരുന്ന സമയം അവളെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ പത്മ. ഇതെല്ലാം കേട്ട് ആസ്വദിച്ച് നിൽക്കാൻ കേട്ടോ ഇന്ദ്രജയും വേദയും ചേർന്ന്. ഇവിടെ ആരെന്ത് കാണിച്ചാലും അതിനെ ന്യായീകരിക്കാൻ ആളുകളുണ്ട്. ദയവ് ചെയ്ത് നീ എന്റെ മുന്നിൽ വന്നേക്കരുത് എന്ന് പറയാൻ കേട്ടോ നന്ദിനിയോട് പത്മ. പൊക്കോണം ഇവിടെ നിന്നും എന്ന് പറയാണ്. അങ്ങനെ നന്ദിനി അവരിൽ നിന്നും മാറി നിൽക്കുകയാണ് കേട്ടോ. ശേഷം അവൾ റൂമിൽ ചെന്നിട്ട് സൂര്യയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് സൂര്യ ആട്ടെ പിച്ചിയും പായും പറയുന്നത് പോലെ ഉറക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ എന്നെ സ്നേഹിക്കുന്നത് എത്രത്തോളം ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ തന്നോട് എനിക്ക് സ്നേഹമുണ്ട് നന്ദിനി എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയോട് സംസാരിക്കുക കേട്ടോ അവൻ ഉറക്കത്തിൽ. എല്ലാം കേട്ടുകൊണ്ട് നന്ദിനി ആകെ ഷോക്കായി നിൽക്കുകയാണ്.